വടക്കൻ ഗസയിലേക്ക് ജനങ്ങൾക്ക് മടങ്ങാനുള്ള സാധ്യതയും സൗകര്യങ്ങളും പരിശോധിക്കാൻ യുഎൻ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്ന് ഇസ്രായേൽ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം യുഎസ് സെക്രട്ടറി ജനറൽ ആന്റണി ബ്ലിങ്കൻ. ഇസ്രായേൽ ലെബനാൻ അതിർത്തിയിൽ സ്ഥിതി രൂക്ഷമാണ്. ഹിസ്ബുള്ളയുടെ വ്യോമ വിഭാഗം തലവന്മാരിൽ ഒരാളെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഭീഷണി തള്ളി ഹൂത്തികൾ ചെങ്കടലിൽ ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ബി.കെ. സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, ഗസയിൽ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കൂടിയാണ് ബ്ലിങ്കൻ ഇസ്രായേലുമായിട്ടൊരു ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട്? പ്രധാനമായിട്ടും എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായോ? ഫർഷ, നിലവിലെ സാഹചര്യത്തിൽ യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ഇസ്രായേലിന് തുടർന്ന അധിനിവേശത്തിന് പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ആവർത്തിച്ചത് നിലവിൽ ഇസ്രായേലിന് സെൽഫ് ഡിഫൻസിനുള്ള, സ്വയം പ്രതിരോധത്തിനുള്ള എല്ലാവിധ അവകാശങ്ങളുമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആന്റണി ബ്ലിങ്കൻ അത് തുടങ്ങുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൽ ഈ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതും അതേപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന ചിത്രങ്ങളും അത് അമേരിക്കയ്ക്ക് തന്നെ ലോക രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടിയാകുന്നു എന്നും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബൈഡനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് മേലുള്ള ഈ ആക്രമണങ്ങൾ അതിൻ്റെ തോത് കുറക്കണം എന്ന ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ നെതന്യാഹുവിന് നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം വടക്കൻ ഗസയിലേക്ക് സാധാരണക്കാർക്ക് വരാനുള്ള ഒരു അവസരം ഒരുക്കണമെന്നുള്ളതാണ്. വടക്കൻ ഗസയിലുള്ള മുഴുവൻ ആളുകളെയും ആട്ടിപ്പായിച്ചുകൊണ്ട് തെക്കൻ ഗസയിലേക്ക് മാറ്റിയ ശേഷമാണ് കരയുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ആ ആളുകളെ ഒന്നും ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള അവസരം ഒരുക്കുന്നുമില്ല. ഈ താൽക്കാലിക വെടിനിർത്തലുണ്ടായ ഘട്ടത്തിൽ പോലും തെക്കൻ ഗസയിൽ നിന്ന് വടക്കൻ ഗസയിലേക്ക് ആളുകളോട് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന് ഹമാസ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് ഇസ്രായേൽ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതിന് സമ്മതിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ UN വൻതോതിൽ കഴിഞ്ഞ ദിവസം നടന്ന ജനറൽ അസംബ്ലിയിൽ അടക്കം പറയുന്നത് വെടിനിർത്തൽ മാത്രമേ ഇപ്പോൾ ഗസയിൽ ഒരു പരിഹാരമുള്ളൂ എന്നുള്ളതാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ലക്ഷക്കണക്കിന് പേർ നിൽക്കുമ്പോൾ വെടിനിർത്തുക എന്ന കാര്യത്തിന് മുൻഗണന നൽകണമെന്ന് അമേരിക്കയോടും അതേപോലെ തന്നെ ഹമാസിനോടുമെല്ലാം UN ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത് ഒരിക്കലും വെടിനിർത്തലിൻ്റെ ഒരു ഘട്ടമല്ല എന്ന് അവർ പറയുന്നു. അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇസ്രായേലിനോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും കൃത്യമായ പങ്കുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതാണ് അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. അതായത് യുദ്ധം അവസാനിക്കേണ്ടതില്ല, താൽക്കാലികമായി സാധാരണക്കാർക്ക് മേലുള്ള ആക്രമണം നിർത്തിയാൽ മതിയെന്ന്. അപ്പോൾ സാധാരണക്കാർക്ക് മേലുള്ള ആക്രമണം അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോഴും അമേരിക്കയുടെ മുൻ നിലപാടുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ബോധപൂർവം ഇപ്പോഴും സാധാരണക്കാരെ ഇസ്രായേൽ ആക്രമിക്കുന്നില്ല എന്ന നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. ആ അമേരിക്കയാണ് പറയുന്നത് സാധാരണക്കാർക്ക് മേലുള്ള ആക്രമണത്തെ, യുദ്ധത്തിൻ്റെ ഈ രീതിയെ ഇല്ലാതെയാക്കണം എന്ന് പറയുമ്പോൾ വലിയൊരു മാറ്റങ്ങളൊന്നും ഈ യുദ്ധത്തിൽ വരുത്തണം എന്ന് ആന്റണി ബ്ലിങ്കനും ആവശ്യപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. യുദ്ധാനന്തര ഗസ എന്താകണം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ബ്ലിങ്കൻ്റെ 4ാമത്തെ സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ യുദ്ധം അവസാനിച്ചാൽ അവിടെ ഒരു അമേരിക്കക്കും ഇസ്രായേലിനും വഴങ്ങുന്ന ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുക, അതേപോലെ തന്നെ പട്ടാളത്തെ ഇസ്രായേൽ നിലനിർത്തുക എന്നതടക്കമുള്ള ഒരു പ്ലാൻ അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. ആ ഒരു പദ്ധതിക്ക് അറബ് രാജ്യങ്ങളുടെ കൂടി പിന്തുണ നേടുക എന്നുള്ളതാണ് ഈ മിഡിൽ ഈസ്റ്റ് വിസിറ്റിൻ്റെ ആന്റണി ബ്ലിങ്കൻ്റെ ഈ സന്ദർശനത്തിൻ്റെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും യുദ്ധം തുടരുക, അതിനുശേഷം യുദ്ധം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവസാനിക്കുമ്പോൾ അവർക്ക് അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന, അമേരിക്കക്കും ഇസ്രായേലിനും വഴങ്ങുന്ന ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ അവർ ഇസ്രായേലും അമേരിക്കയും ഈ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഹമാസ് അതിനെ പൊളിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധം ശക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസവും 9 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഒരിക്കലും പിൻവാങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഹമാസ് അവരുടെ പോരാട്ടം ശക്തമാക്കുക തന്നെയാണ്. ശരി, എന്തായാലും ഈ യുദ്ധത്തിന് അടുത്ത കാലത്തൊന്നും അറുതിയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ബി.കെ. സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.